സിനിമകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു VS. അദ്ദേഹം അഭിനയിച്ച ഏക സിനിമ ക്യാമ്പസ് ഡയറിയുടെ അണിയറ പ്രവർത്തകരാണ് നമുക്കൊപ്പമുള്ളത്. കൂത്തുപറമ്പിലെ ദൃശ്യ സിനി ആർട്സ് ക്ലബിൻ്റെ ഭാരവാഹികൾ കൂടിയാണ്. എങ്ങനെയാണ് VSനെ ഈ സിനിമയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? സിനിമ 2016 നിർമ്മിച്ചത്. 2016 ഫെബ്രുവരി മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. ഡിസംബറിലാണത് തിയേറ്ററിലെത്തുന്നത്. VS അന്ന് ജനനായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന VS ശരിക്കും പറഞ്ഞാൽ ഈ സാമൂഹിക രംഗത്ത് വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ VS വരുമ്പോഴൊക്കെ എവിടെ വന്നാലും വലിയ ആൾക്കൂട്ടം ജനക്കൂട്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ VS വരുന്നത് അന്ന് ജലചൂഷണത്തിനെതിരെയുള്ള ഒരു സന്ദേശം ആണ് ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നത്. VSനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം എന്തായിരുന്നു? അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ക്ഷണിച്ചത്. തിരുവനന്തപുരത്ത് പോയി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പൊതുവെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് VS. അദ്ദേഹത്തിന് ഈ വിഷയം പറഞ്ഞപ്പോൾ അത്ര വലിയ സന്തോഷമായി. കാരണം ഈ നമുക്ക് പ്ലാച്ചിമടിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ സിനിമയുടെ പ്രമേയം എന്നതാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. അദ്ദേഹം അഭിനയിക്കൽ ജീവിക്കുക തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ സാധാരണ ഇപ്പോൾ പത്രസമ്മേളനമൊക്കെ നടത്തുന്നില്ലേ, അത് ആ സമയത്തൊക്കെ എങ്ങനെയാണ് അപ്പം VSൻ്റെ ഒരു പ്രത്യേകത ഭാഷാ ശൈലിയാണ്. അദ്ദേഹം പ്രയോഗ ശൈലി, ചില വാക്കുകളൊക്കെ നീട്ടി ഉച്ചരിച്ചൊക്കെയുള്ള അത് തന്നെയാണ് അന്നവിടെയും പ്രയോഗിച്ചത്. അപ്പോൾ നീട്ടിയും കുറുക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭാഷാ ശൈലി പിന്നെ ഈ സിനിമയിൽ അദ്ദേഹം അതേ രീതിയിൽ തന്നെ അഭിനയിച്ചു എന്നുള്ളതാണ്. ഇപ്പം അഭിനയമല്ല ജീവിക്കുക തന്നെ. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അവിടെ ഒരു പിന്നെ പ്രതിരോധം എന്ന നിലയിൽ ഒരു സന്ദേശമായിട്ട് അവിടെ അദ്ദേഹം അഭിനയിച്ചു തീർത്തത്. ഈ സിനിമയുടെ കഥയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് എത്തിക്കാൻ പ്രേരകമായത്. അതായത് ജലചൂഷണത്തിനെതിരെ ആയിരുന്നു ആ സിനിമയുടെ പ്രമേയം. അതുകൊണ്ട് തന്നെ അത്തരം സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാലിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.